ഹായ്, ഞങ്ങളപ്പോ ഇന്നിപ്പോ ഉത്രാടത്തിന്റെ അന്ന് രാത്രി ട്ടാ. ഉത്രാടപ്പാച്ചിലൊക്കെ കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. അതെ, ഒരു ഓട്ടമായിരുന്നു. അതെ, പച്ചക്കറികളൊക്കെ അങ്ങനെ വാങ്ങിച്ച് കാലത്ത് മുതലേ സെറ്റ് ചെയ്തു. അതെ, അതെ. അല്ലെ, പിന്നെ വൈകിട്ട് പൂക്കൾ വാങ്ങിക്കാണ്ടായിരുന്നു. പൂക്കള് പിന്നെ എന്തൊക്കെയായിരുന്നു, കൊറേ സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ടൗണിൽ പോയി. അതാണെങ്കിലോ ഇന്ന് നോക്കി നല്ല മഴ. ഇന്ന് നോക്കിയിട്ടല്ല, ഇന്നലെ തുടങ്ങിയിട്ടില്ലേ മഴ. ഇന്ന് മഴയായിരുന്നു. ഞങ്ങൾ ടൗണിൽ പോയപ്പോ അങ്ങനെ തകർത്ത് പെയ്യായിരുന്നു. അങ്ങനെ അപ്പൊ അതൊക്കെ കഴിഞ്ഞ് 11:15 ഇപ്പൊ രാത്രി 11:15 അപ്പൊ നമ്മള് നാളേക്കുള്ള കറികൾക്കുള്ള പരിപാടികളാണ്. അപ്പൊ ഉണ്ണിട്ടെന്തപ്പോ ക്യാബേജ് അരിഞ്ഞുകൊണ്ടിരിക്കണു. ഞാനിതാണ്ട പുളിയിഞ്ചി, നിങ്ങളുടെ അവിടെയൊക്കെ എന്താ പറയാ ഇതിന്? എന്റെ നാട്ടിലൊക്കെ പാലക്കാടൊക്കെ ഇഞ്ചിപ്പുളി എന്ന് പറയും, ഇവിടെ പുളിയിഞ്ചി എന്ന് പറയും കേട്ടാ. അപ്പൊ അത് ഇന്ന് തന്നെ ഉണ്ടാക്കി വെക്കാണ്. പുളിയിഞ്ചിയും ഇനിയിപ്പൊ അച്ചാറും ഇന്ന് ഉണ്ടാക്കി വെക്കും. ബാക്കിയുള്ള കറികളൊക്കെ ബാക്കിയൊക്കെ എല്ലാം അരിഞ്ഞു വെച്ചിട്ട് രാവിലെ നേരത്തെ ഉണ്ടാക്കും. അങ്ങനെയാണ്. എന്നിട്ട് ഞങ്ങള് കറികളൊക്കെ ആയിട്ട് അവിടെ അമ്മയുടെ അടുത്ത് കൂട്ടോ. അമ്മയും അനിയനൊക്കെ കോലഴി താമസിക്കുന്നത്. കോലഴി എന്ന് പറയുമ്പോൾ ഇവിടുന്ന് പറഞ്ഞ മനസ്സിലായിട്ട് ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ, ഞങ്ങളുടെ സ്ഥലത്ത് നിന്ന് 2 കിലോമീറ്ററാണ് അകലാണ് അവർക്കുള്ളത് കേട്ടോ. അപ്പൊ കറികളായിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോകും. അപ്പൊ അമ്മ അവിടെ അമ്മോട് പറഞ്ഞിട്ട് ചോറും രസം അതുപോലെ അവിയല് അമ്മോട് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം അമ്മയുടെ രസം അവിയലും നല്ല ടേസ്റ്റാണ്. രസമൊക്കെ നമുക്ക് അല്ല എല്ലാം ടേസ്റ്റ് ഉണ്ട്, പക്ഷെ അമ്മേനെ എല്ലാം കൊണ്ട് ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. അപ്പൊ ഞങ്ങളുടെ കറികളുണ്ട്. പക്ഷെ രസം അവിയലും അമ്മ വെച്ച് പ്രത്യേക ടേസ്റ്റ് ആയതുകൊണ്ട് അത് 2 മോട്ട അവിടെ വെക്കുമ്പോൾ അമ്മ ഉണ്ടാക്കിയ രസമൊക്കെ വെറുതെ ഇരുന്ന് കുടിക്കാൻ പറ്റും. അങ്ങനെയുണ്ട്. അപ്പൊ ഞാനിവിടെ ഈ ബാക്കിയുള്ള കറികളൊക്കെ ഒന്ന് ചെയ്യാന്ന് വിചാരിച്ചു. സാധാരണ നമ്മള് ഫുഡ് ഏൽപ്പിക്കല്ലേ ചെയ്യാറില്ല എവിടെട്ടാ. അമ്മ ഉണ്ടാക്കുന്ന എല്ലാ രസം ഉണ്ട് നീ പറയാൻ കാരണം മനസ്സിലായി. ഞങ്ങാനും അമ്മ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ എന്റെ കറികൾ ബാക്കി രസമില്ലാന്ന് പറഞ്ഞിട്ടില്ലേ? അങ്ങനെയൊന്നല്ല, ശരിക്കും ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ അപ്പൊ ഞങ്ങള് എന്താ പറയാ, ഫുഡ് എപ്പോഴും ഈ പറഞ്ഞ പോലെ നേരം കിട്ടാത്ത കാരണം കൊണ്ട് ഏൽപ്പിക്കുക. ഞങ്ങളിപ്പോ ചാനൽ തുടങ്ങിയ കുറച്ചുണ്ടായപ്പോഴേ 2-3 ചാനലൊക്കെ ആയപ്പോ ഇപ്പൊ എന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഈ കൊല്ലം വരെ ഞങ്ങൾ ചെയ്തത് കുറച്ച് നാളായിട്ട് 2-3 വർഷമായിട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കറികള് കുറച്ച് ഞങ്ങള് പുറത്തുനിന്ന് വാങ്ങിക്കും. ഇവിടെ അമ്പിസാമിയുടെ ഒക്കെ കറികൾ കറികൾ മാത്രമല്ല, കറികൾ പറയുമ്പോ എല്ലാം ഇല്ല, സാമ്പാറൊന്നും ഇല്ല. സാമ്പാറ്, ചോറ്, രസം, പപ്പടം, അതൊക്കെ നമ്മൾ തന്നെ ഇവിടെ ചെയ്യും. ബാക്കിയുള്ള കറികളൊക്കെ വാങ്ങിക്കും. അങ്ങനെ ചെയ്യാറ്. ഇപ്പൊ ഇപ്രാവശ്യം നമ്മള് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഇനിയിപ്പോ രാവിലെ പോയി അവിടെ പോയി നിക്കണ്ടേ, അവിടെ പോയി ക്യൂ നിൽക്കൽ മാത്രമല്ല കുറെ നേരം അതിന് വേണ്ടി പോവും. പിന്നെ അവിടെ പോയി നല്ല തിരക്കായിരിക്കും. നല്ല തിരക്കാനും പറ്റില്ല, ആകെ പെടും. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു ആ നേരം ഉണ്ടെങ്കിൽ തലേദിവസം ഇതൊക്കെ അങ്ങോട്ട് അരിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ 1 മണിക്കൂർ 1.5 മണിക്കൂർ ഉണ്ടെങ്കിൽ ഇതൊക്കെ അങ്ങോട്ട് വേഗം സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ശരി എന്നാ പിന്നെ അങ്ങനെ ആക്കാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇപ്രാവശ്യം കുക്ക് ചെയ്യാന്ന് അങ്ങോട്ട് വിചാരിച്ചു. നമ്മളെല്ലാ കൊല്ലം നമ്മളെ കുക്ക് ചെയ്യാറ്, പക്ഷെ ചാനലിൽ ഈ തിരക്കൂടി നടക്കാതെ. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാ എന്താ പറയാ, ക്ഷീണവും അങ്ങനത്തെ കുറെ തലേദിവസം. കാരണം നമുക്ക് ഇതിന്റെ കൂടെ എല്ലാം നമ്മുടെ ഷൂട്ടും ഉണ്ടാവും. അപ്പൊ ഇതെല്ലാം കൊണ്ട് നടക്കണ്ടായപ്പോ ഞങ്ങൾ കുറച്ച് നാളത്തേക്ക് അങ്ങനെ ആക്കി. വീണ്ടും നമ്മള് വീട്ടിലാക്കാൻ നാളെ എന്തായാലും ഷോർട്സ് വീഡിയോ ഒന്നും എടുക്കുന്നില്ല അല്ലെ, നാളെ ഫ്രീ ആവുന്ന വിചാരിച്ചു. കാരണം ആകെ സ്ട്രെസ്സും പ്രഷറൊക്കെ നാളെ നമ്മൾ ഫ്രീ ആവുന്ന. എപ്പോഴും നമ്മൾ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ വീഡിയോയിൽ എങ്ങനെ ഇരുന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ മൈൻഡൊക്കെ മാനസികമായിട്ട് കിളി പോയ പോലെ ആയിട്ടുണ്ട്. സൈക്കാട്രിസ്റ്റിനെ കാണിക്കേണ്ട അവസ്ഥയിലായിപ്പോ. അതെ, അങ്ങനത്തെ ഒരു എന്താ പറയാ, അമ്മയൊക്കെ പറയും ഓരോ കാര്യങ്ങൾ മറന്നു ഇങ്ങനെ അങ്ങനെയൊക്കെ പറയേ. അപ്പൊ ഞാൻ വിചാരിക്കും അമ്മമാർക്കൊക്കെ ഇപ്പോഴല്ലേ മറവി വരുന്നുള്ളൂ. ഇപ്പോഴേ തുടങ്ങി മറവി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഒന്നും എന്താ ചെയ്യ, അങ്ങനത്തെ പണ്ടത്തെ ലൈഫല്ലോ. ഇപ്പൊ ഭയങ്കര എല്ലാവരും അല്ല, ഞങ്ങളുടെ കാര്യം മാത്രമല്ല, എല്ലാവരും നല്ല തിരക്കില്ല. എല്ലാവരും ഭയങ്കര സ്ട്രെസ്സും പ്രഷറും, കുട്ടികളുടെ കാര്യം, ഫാമിലി എല്ലായിട്ടും നല്ല തിരക്കില്ല. അപ്പൊ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ചാനലും കൂടി ആയപ്പോ അനങ്ങാൻ പറ്റണ്ട ആകെ മറവിയും കാര്യങ്ങളൊക്കെ. അതെ അതെ, ഫുള്ള് നമ്മൾ ഈ പറഞ്ഞ പോലെ 3 ചാനലുണ്ട്. എല്ലാവരും പലരും വിചാരിക്കും കേട്ടോ. അപ്പൊ ചിലരൊക്കെ നമ്മള് ഈ ഫേസ്ബുക്കിലൊക്കെ കമന്റ് കാണാം, വെറുതെ ഇരുന്ന് വീഡിയോ ഇട്ടിട്ട് ജീവിക്കാൻ പണിയെടുക്കാൻ വേണ്ടി നിൽക്കണം കേട്ടോ. എളുപ്പമല്ലാട്ടോ, അത് നിസ്സാര പണിയൊന്നല്ല. ഇതിന്റെ പിന്നാലെ എഡിറ്റിങ് എല്ലാം നമ്മൾ തന്നെ വേണം. പിന്നെ ഞാൻ ഇപ്പൊ ഈ അടുത്ത് വരെ എനിക്ക് സ്വർണ്ണപ്പണി ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ ഗോൾഡിനൊക്കെ ഇങ്ങനെ വില വല്ലാണ്ട് കൂടിയപ്പോ നമുക്ക് അത് ആ ജോലിയിൽ നിന്ന് വിട്ടു നിൽക്കേണ്ട അവസ്ഥയിലേക്ക് ആയിപ്പോ. അത് കാരണം താൽക്കാലികമായിട്ട് ഇപ്പൊ ഞാൻ നിർത്തി വെച്ചിരിക്കുന്നത്. പക്ഷെ സ്വർണ്ണപ്പണി നിർത്തി വെച്ചു, എന്നാലും മറ്റൊരു ബിസിനസ്സിലേക്ക് തുടങ്ങാൻ ഉദ്ദേശമുണ്ട്. പെട്ടെന്നൊന്നും ഇല്ല, എന്നാലും ഒന്ന് നോക്കണം. എന്നിട്ട് വേണം അങ്ങോട്ടും തുടങ്ങാൻ. കാരണം എളുപ്പമല്ല. നമ്മള് ഈ സ്വർണ്ണപ്പണിയും ഈ ചാനലും
വീട്ടിലത്തെ എല്ലാം കൂടി ഞങ്ങൾ രണ്ടുപേരും ഒരു മിനിറ്റ് പോലും നേരം ഇല്ലാണ്ടാക്കുന്ന ഓർഡർ ചെയ്യാറ്. നമ്മളിപ്പോ ഉത്രാടത്തിന്റെ വിശേഷം പറയാൻ വന്നതാണ്. അപ്പഴേക്കും ചാനലിന്റെ വിശേഷങ്ങളായി. അപ്പൊ എന്തായാലും അപ്പൊ അങ്ങനെയൊക്കെയാണ് അപ്പൊ വിശേഷങ്ങൾ. അപ്പൊ പിന്നെ ഞങ്ങൾ എന്ത് വിചാരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളത്തെ വീഡിയോ ഇപ്പൊ തൽക്കാലം എടുക്കണ്ട, നാളെ ഫ്രീ ആയിട്ട് വിടാം. നാളെ ഷോർട്സ് ഒന്നും ഇല്ല, ഞങ്ങൾ ഡെയിലി ഇടാറുണ്ട്, നാളത്തെ ഒഴിവാക്കി. അതെ. അപ്പൊ അതപ്പോ ഇഞ്ചിപ്പുളിന്ന് വരും, പുളിയിഞ്ചിന്നും വരും കേട്ടോ. അപ്പൊ അത് നാളെ ഇനി പൂവ് ഒക്കെ റെഡിയാക്കുന്ന ഒരു പരിപാടി നാളെ. കുട്ടികൾ രണ്ടുപേരും കിടന്നു ഉറങ്ങാൻ പറഞ്ഞു. ഇത്ര നേരം ടി വി കണ്ടോണ്ട് ഇരിക്കുകയായിരുന്നു രണ്ടുപേരും കേട്ടോ. പറഞ്ഞിട്ട് ഇപ്പൊ രണ്ടുപേരും പോയി കിടന്നിട്ടുണ്ട്. ഇനി രാവിലെ നേരത്തെ എണീറ്റിട്ടാണ് ബാക്കി പൂവരിയലും കാര്യങ്ങളൊക്കെ അതൊക്കെ ഉണ്ടായിരുന്നു. ആ സമയം കൊണ്ട് ഞാൻ അവിടെ കുക്ക് ചെയ്യും. അപ്പോ എന്താ പറയാ, അപ്പേക്കും പിന്നെന്താ പറയാൻ ഞാൻ എല്ലാം മറന്നു. എന്തേലും പറഞ്ഞു വേറെ എവിടേക്ക് പോകും, ഒക്കെ മറക്കും. ഫുള്ള് കിളി പോയ അതന്നെ. ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു സൈക്കാട്രിസ്റ്റുള്ള പരിപാടിയില്ല. സൈക്കാട്രിസ്റ്റ് അല്ല, സൈക്കോളജിസ്റ്റ്. ഒന്ന് കാണണം എന്താണ് ഇങ്ങനെ മറവി. അല്ല എല്ലാവർക്കും ഉണ്ട് കേട്ടോ ഈ പറഞ്ഞമാതിരി. എല്ലാവരും അതിപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ അങ്ങനെ. പിന്നെ പറഞ്ഞ പോലെ നമ്മള് എന്ത് കാര്യം ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ സ്ക്രീൻ ഇങ്ങനെ മാറുന്തോറും നമ്മുടെ മൈൻഡിനും ഈ മൊബൈൽ സ്ക്രീൻ നമ്മളെ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തിക്കുന്ന പറയാട്ടോ. പരമാവധി നിങ്ങൾ കുട്ടികൾക്കൊന്നും മൊബൈലോട് കണ്ടിരിക്കാട്ടോ. കാരണം എന്താ വെച്ചാൽ അത് വലിയ അപകടമാണ്. ഞങ്ങൾക്ക് തന്നെ ഇപ്പൊ 3 വർഷത്തോളം, 5-ാമത്തെ വർഷം, അതൊരു പറഞ്ഞില്ലല്ലോ. അപ്പൊ ഈ ഓണത്തിന് 5-ാമത്തെ വർഷമാണ് കേട്ടോ ഞങ്ങള് ചാനൽ തുടങ്ങിയിട്ട്. ഡേറ്റ് കഴിഞ്ഞു പക്ഷെ തിരുവോണത്തിനാണ് 2021 തിരുവോണത്തിന്റെ അന്നായിരുന്നു ഞങ്ങള് ആദ്യമായിട്ട് ചാനൽ തുടങ്ങിയതും. അപ്പൊ 5 വർഷമായി. അപ്പൊ ഈ 5 വർഷത്തെ നമ്മുടെ യൂട്യൂബിന്റെ ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു വശത്ത് നല്ല സന്തോഷമാണ്. സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും ആൾക്കാർ നമ്മളോട് ഒരുപാട് സ്നേഹത്തോടു കൂടി വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യാന്ന് പറയുമ്പോ അത് വലിയൊരു കാര്യമാണ്. അതോടുകൂടി തന്നെ ഇല്ലാത്ത ആൾക്കാരുണ്ട് കേട്ടോ. ഫേസ്ബുക്കിലൊക്കെ കാണാം, നെഗറ്റീവ് കമന്റ് കാണാം. അതെല്ലാവർക്കും ഉള്ളതാണ്. അത് നോക്കണ്ടല്ലോ, ഇഷ്ടമില്ലാത്തവരെക്കാട്ടിലും കൂടുതൽ ഇഷ്ടമുള്ളവരും സ്നേഹിക്കുന്നവരുമാണ്. ഒരു 10,000 പേര് ചിലപ്പോ ഇഷ്ടമില്ലാത്തുണ്ടാവും, പക്ഷെ 1 കോടിയിലധികം പേര് ഞങ്ങൾ ഇഷ്ടമുള്ളവരുണ്ട് എന്നുള്ള ഞങ്ങളുടെ ഫോളോവേഴ്സ് ഞങ്ങൾക്ക് 75 ലക്ഷത്തിലധികം ഉണ്ട്. അപ്പൊ അതില് ഈ ഫോളോ ചെയ്യാൻ അറിയാത്ത ആൾക്കാരുണ്ട് ഇഷ്ടമുള്ളവര്. അപ്പൊ 1 കോടിയിലധികം ഞങ്ങൾ ഇഷ്ടമുള്ളവരുണ്ട്, ഒരു 10,000-2,000 പേര് ഇഷ്ടമില്ലാത്തവരുണ്ട്. അപ്പൊ അത് കാരണം എല്ലാവർക്കും ഒരുപാട് നന്ദിയും കൂടി പറയണം ഈ ഒരു 5-ാമത്തെ വാർഷികത്തില്, ചാനലിന്റെ വാർഷികത്തില് അല്ലേ. ഹായ്. അപ്പൊ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പൊ ഞങ്ങൾ ഇന്നലെ രാത്രി നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞ് കിടക്കുമ്പോ 2 മണിയായിട്ടാ. 2 മണി കിടക്കുമ്പോ കാലത്ത് എനിക്ക് ആശ കറികളൊക്കെ ഉണ്ടാക്കി. ഞങ്ങള് പൂവൊക്കെ റെഡിയാക്കി പൂക്കളം ഉണ്ടാക്കിയിട്ട് ഇവിടെ പൂക്കളത്തിന് മുന്നിൽ നിൽക്കുന്നുണ്ടാവും. അപ്പൊ അതിൽ കാണില്ല, അത് താഴെയാണ്. അപ്പൊ ഇനി ഞങ്ങള് ഭക്ഷണ സദ്യ ഇതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അമ്മയുടെ അടുത്തേക്ക് പോകണ്ടോ. അപ്പൊ ഇനി ഓണസദ്യയും കാര്യം ഓണം കൂടുതലൊക്കെ അവിടെ കഴിച്ച് കുറച്ചേരൊക്കെ ഇരുന്നിട്ട് പിന്നെ വൈകുന്നേരത്ത് എന്റെ വീട്ടിൽ വീട്ടിൽ പോകും. ഒരു 4-5 മണിയാകുമ്പോ പോവാല്ലേ. എന്നിട്ട് പിന്നെ രാത്രി ഞങ്ങൾ തിരിക്കും. അപ്പൊ അതാണ് ഞങ്ങളുടെ ഓണം എന്ന് പറഞ്ഞാൽ 3 വീടുകളായിട്ടാണ്. ഒന്ന് ഇവിടെ, പിന്നെ എന്റെ അമ്മയുടെ അടുത്ത്, ആശാര അമ്മയുടെ അടുത്ത്. അപ്പൊ നമുക്ക് പോവല്ലേ. അപ്പൊ പോവാ. അപ്പൊ ഇതാണ് കേട്ടോ ഞങ്ങളുടെ പൂക്കളം. ഞാൻ കൂടിയിട്ടില്ല, ഉണ്ണേട്ടനും അതെ ഇരുന്ന് പൂക്കളൊക്കെ ഒന്നും വരച്ചൊന്നുമില്ല. അതെ, പൂ കുറച്ച് കൂടിപ്പോയി. ലാസ്റ്റ് എല്ലായിടത്തും ബാക്കി വന്ന പൂ വെറുതെ കളയണ്ടല്ലോ. അതെ, അതെ. അപ്പൊ കളയണ്ടെന്ന് വിചാരിച്ചിട്ട് ഇട്ടു. ഹാപ്പി ഓണം എഴുതിയത് അപ്പു അല്ലേ? ഹാപ്പി ഓണം എഴുതിയ അപ്പാണ്. പൂക്കളം ഒന്നും വരച്ചിട്ടൊന്നുമില്ല, ഡിസൈൻ നോക്കി വെറുതെ അങ്ങനെ ഇട്ട് തുടങ്ങി എന്തെങ്കിലുമൊക്കെ ഇട്ട്. കാരണം എനിക്കങ്ങനെ വരയ്ക്കാനും പിടിക്കാനൊന്നും വലിയ ഐഡിയ ഇല്ല. അപ്പൊ അങ്ങനെ ഇട്ടു. ഇതന്നെ ഒരുപാട് ടൈമായി. അല്ല, ഇത് നല്ല ഭംഗിയിലേക്ക് ഇങ്ങനെ നിറച്ച് കളറായിട്ടുള്ള പൂക്കളാണ്. അതെ. അപ്പൊ ഞാൻ അടുത്ത പ്രാവശ്യം നീലയും മഞ്ഞയും ചുവപ്പും വെള്ളമൊക്കെ ആക്കാം. അതെ. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവല്ലേ. അപ്പൊ സാധനങ്ങളൊക്കെ എടുക്കാം. റെഡി. സമയത്തിന് 12 മണിയായി. അപ്പൊ തന്നെ ഒരുപാട് ടൈമായി. ശരി. അപ്പോൾ ഇതാണ് അമ്മയും അനിയനും താമസിക്കുന്ന വീട്. അപ്പോൾ ഞങ്ങൾ വേഗം തന്നെ ഇങ്ങോട്ട് എത്തിയിട്ട. വേഗം എന്ന് പറയാൻ പറ്റില്ല, ഉച്ചയ്ക്ക് ഒരു 12:45 ആയിട്ട് അവിടെ എത്തുമ്പോൾ. പിന്നെ ഞങ്ങളിവിടെ എത്തി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് വരുമ്പോഴത്തേനും കുറച്ച് നേരം വൈകി. ഫോട്ടോസൊക്കെ എടുത്ത് വരുമ്പോഴത്തേനും നല്ല വിശപ്പായിട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇലയിട്ട് ഊണ് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ഉണ്ണേണ്ട അനിയത്തിമാരും എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. ഇത് അനിയത്തിയുടെ മോളാണ് കേട്ടോ. അപ്പോൾ മോൾക്ക് ഇതിപ്പോൾ ഒരു 10 മാസമായിട്ടുള്ളൂ, 1 വയസ്സായിട്ടില്ല.
ഇപ്പോൾ പിടിച്ച് നിൽക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ആള്. അപ്പോൾ അതേ ആളിപ്പോൾ ഉറങ്ങി എണീറ്റിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ വലിയ വാശിയൊന്നും ഇല്ല. അപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും ഓരോ ട്രിപ്പായിട്ട് ഇരുന്ന് ഭക്ഷണം കഴിച്ച് തുടങ്ങി. അമ്മയും അനിയനൊക്കെ താമസിക്കുന്നത് അവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു 2 കിലോമീറ്റർ അടുത്ത് അത്രയേ ഉള്ളൂ കേട്ടോ, അത്രയും ദൂരമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇതിപ്പോൾ അടുത്ത ട്രിപ്പ് ഞാനും മുന്നേട്ടനൊക്കെ കൂടി ഇരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ രാത്രി കിടന്നുറങ്ങിയപ്പോൾ തന്നെ നേരം വൈകിട്ടുണ്ടായിരുന്നു. കാരണം 2 മണി 2:30 ആയിട്ടുണ്ട്. ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാനുണ്ടായിരുന്നു, പിന്നെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വെച്ച് അങ്ങനെ എല്ലാം കഴിഞ്ഞ് കിടക്കുമ്പോൾ 2:30 ആയി. രാവിലെ 6 മണിക്ക് എണീറ്റിട്ട് കറികളൊക്കെ ഉണ്ടാക്കി കേട്ടോ. പായസം പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്യുകയാണ് ചെയ്തത്. ഞങ്ങളുടെ ഇവിടുത്തെ അമ്പലത്തിൽ തന്നെ പായസം കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മുന്നേ തന്നെ കൂപ്പൺ വാങ്ങി വെച്ചു, പാലടയും പരിപ്പും. പാലട കുറച്ച് കൂടുതൽ വാങ്ങിച്ചു, പിന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ളതും കൂടി വാങ്ങിച്ചു കേട്ടോ. കാരണം വീട്ടിൽ പാലട അങ്ങനെ വെക്കില്ല, പരിപ്പാണ് വെക്കാറ്. അപ്പം ഞാൻ അതും വാങ്ങിച്ചിട്ട് ഇപ്പം ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഓണൊക്കെ കഴിഞ്ഞ് കുറച്ച് ലേറ്റായി ഞങ്ങൾ ഇറങ്ങുമ്പോൾ ഒരു 4-5 മണിയായി. ഇപ്പോൾ ഇവിടെ നല്ല ക്ലൈമറ്റ് ആട്ടോ, കാരണം മഴയൊക്കെ പെയ്തിട്ട് നല്ലൊരു എന്താ പറയുക, നല്ലൊരു തണുത്ത കാറ്റും. ഈ ഒരു സമയത്ത് യാത്ര ചെയ്യാൻ നല്ല രസമായിരുന്നു. ഞങ്ങളുടെ നാട്ടിലെത്തിയപ്പോൾ അവിടെ ഓണാഘോഷ പരിപാടികൾ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ വേഗം അവിടെ വണ്ടി നിർത്തിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് എടുക്കാമല്ലോ, ഓണക്കളികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എൻ്റെ വലിയച്ഛൻ്റെ മോനും ഉണ്ട് കേട്ടോ, അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഇപ്പോൾ ഓരോ കളികളായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പഠിച്ച സ്കൂളിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത്. അവിടെയാണ് ഇപ്പോൾ ഓണക്കളികളൊക്കെ നടക്കുന്നത് കേട്ടോ. പിന്നെ കുറച്ച് നേരം നിൽക്കാമെന്നൊക്കെ വിചാരിച്ചാണ്, പക്ഷെ പെട്ടെന്ന് തന്നെ മഴ പെയ്തു. മഴ പെയ്തപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്നില്ല കേട്ടോ. പിന്നെ നേരെ അങ്ങനെ വീട്ടിലേക്ക് പോയി. ഹലോ, അപ്പം ഞങ്ങൾ ഒരു 5 മണി 5:30 ആകുമ്പോൾ ഇവിടെ എത്തി കേട്ടോ, വീടെത്തി, എൻ്റെ വീട്ടിലെത്തി. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഭക്ഷണം കഴിച്ചു. 9:15 അപ്പോൾ ഇനി വീട്ടിലേക്ക് പോവാ വിചാരിച്ചിട്ട് നിൽക്കുകയാണ്. ഇത് അനിയനാണ് കേട്ടോ, 2ാമത്തെ അനിയനാണ് അശോക്. അവൻ എവിടെയാണ്? രാജസ്ഥാനിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവൻ ലീവിന് വന്നിരിക്കുകയാണ്. ഒരു മിഞ്ഞാന്നെത്തിയില്ല, ഇന്നലെ കാലത്തെത്തി. അപ്പൊ ഇനി ഒരു 5-6 ദിവസം ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇതിപ്പോ ഭക്ഷണമൊക്കെ കഴിച്ചു ഞങ്ങള്. ഇനിയിപ്പോ വീട്ടിലേക്ക് പോവാൻ നിൽക്കുകയാണ്. ഉറക്കം ഇങ്ങനെ വന്നിട്ട് നിൽക്കുന്നുണ്ട്. ഇന്നലെ ഇത്തിരി ലേറ്റായി ഉറങ്ങിയ കാരണം കൊണ്ട് നല്ല ഉറക്കവും വരുന്നുണ്ട്. അപ്പൊ അതെ അതെ, ഇരിക്കാൻ പറയുന്നുണ്ട്, ഇരിക്കാൻ പറ്റണില്ല. നാളെ അതെ അതെ അതെ. അപ്പൊ അങ്ങനെ പോവാ. ഇവിടെയൊക്കെ മഴ ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണ്, മഴ ഉണ്ടായിരുന്നോ? ഇത് അമ്മ ഇട്ട പൂക്കളാണ് കേട്ടോ. ചാണകം മെഴുകിയിട്ട് അതിലാണ് പൂവിട്ടിരിക്കുന്നത് കേട്ടോ, പച്ചലയും കാര്യങ്ങളൊക്കെ. നമ്മൾ പിന്നെ പൂവ് എന്താ പറയുക വാങ്ങിയിട്ട് അങ്ങോട്ട് കട്ടിക്ക് ഇട്ടിട്ട് വന്നു. ഇവിടെ പിന്നെ അമ്മ എപ്പോഴും ചാണകം മെഴുകി അവിടെ ഇവിടെയുള്ള പൂവുകളൊക്കെ പറിച്ചിട്ടാണ് ഇടാറ് കേട്ടോ. നല്ല രസമുണ്ട് അല്ലേ. പണ്ട് അങ്ങനെയായിരുന്നു, ഇപ്പോഴല്ലേ അല്ലേ കേട്ടോ നമ്മളവിടെയൊക്കെ വാങ്ങിച്ച്. ചാണകമൊന്നും അവിടെ പിന്നെ കിട്ടാറില്ല. ചാണകം കിട്ടിയ ചാണകം കിട്ടിയപ്പോ മെഴുകില്ല. പണ്ട് രാവിലെ നേരത്തെ പോവും ചാണകം എടുക്കാൻ, ബക്കറ്റും കൊണ്ട് ചാണകം എടുത്തിട്ട് വരും. അത് കഴിഞ്ഞ് പൂ പറിക്കാൻ പോവും. അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പൊ പിന്നെ അതിനൊന്നും നേരമില്ലല്ലോ. അപ്പൊ നമുക്ക് പോയാലോ? അപ്പൊ ഇനിയിപ്പോ 9:15. അപ്പൊ എന്തായാലും ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കാണ്. നല്ല ക്ഷീണമുണ്ട് ഇന്നലെ ഉറങ്ങാത്തതിന്റെ. അപ്പൊ വീട്ടിൽ പോയിട്ട് നന്നായിട്ടൊന്ന് ഉറങ്ങണം. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി. വീണ്ടും എല്ലാവർക്കും ഓണാശംസകൾ. ബൈ.